നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നവംബർ മാസത്തിൽ ഇപ്പോൾ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ കുടിശ്ശിക അനുവദിച്ചിരിക്കുകയാണ്. നവംബർ 6 മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് 1600 രൂപ വീതം എത്തിച്ചേർന്നു. ഇപ്പോൾ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ്. ഈ മാസം ഒടുവിൽ വീണ്ടും പെൻഷൻ വിതരണമുണ്ട്. ഈ മാസം 20-ന് ശേഷം ആ ഒരു തുകയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതത്തിന്റെ വിതരണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. 200 മുതൽ 500 രൂപ വരെയുള്ള ആ കുറവ് വന്ന തുക പിന്നീട് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന മുറക്കാണ് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ മറ്റൊരറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയേണ്ട കാര്യം. കിസാൻ സമ്മാൻ നിധിയിലെ 18 ഗഡുക്കളിലായി 36,000 രൂപ കേന്ദ്ര സർക്കാർ നൽകിക്കഴിഞ്ഞു. ഇനി കാത്തിരിക്കുന്നത് 19ാമത്തെ ഗഡുവിനാണ്. ഈ ഒരു സഹായം ലഭിക്കുന്നതിന് കർഷകർ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ: നിലവിൽ പല കർഷകരുടെയും മൊബൈൽ നമ്പർ അത് നിലവിൽ ഉപയോഗിക്കാത്ത നമ്പർ നൽകിയവരുണ്ട്. എന്നാൽ പഴയ നമ്പറുകൾ മാറ്റി പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ സംവിധാനമുണ്ട്. കർഷകർ ഈ സേവനം ഉപയോഗപ്പെടുത്തുക. കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ: നമ്മുടെ കൃഷിഭൂമിയുടെ അളവനുസരിച്ച് ജൈവ രാസവളങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന പദ്ധതികൾ, കാർഷിക ഉപകരണങ്ങൾക്ക് സബ്സിഡി നൽകുന്ന പദ്ധതികൾ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം, അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടെല്ലാം നിരവധി അറിയിപ്പുകൾ SMS മുഖേന ഫോണിലേക്ക് മെസ്സേജായി കേന്ദ്ര സർക്കാർ അയക്കാറുണ്ട്. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് കർഷകരെ സംബന്ധിച്ച് വളരെ ആവശ്യം തന്നെയാണ്. ഈ അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കുന്നതിന് പഴയ നമ്പർ മാറ്റി നിങ്ങളുടെ ആക്റ്റീവായ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്പർ ചേർക്കണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ലഭിക്കുക. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമാണ് എങ്കിൽ പേര്, മൊബൈൽ നമ്പർ, മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമാണോ എന്ന് എല്ലാവരും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. തിരുത്തലുകൾ ആവശ്യമാണ് എങ്കിൽ അക്ഷയ സെന്റർ മുഖേന ആധാർ അപ്ഡേറ്റ് ചെയ്യുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.